ജീവിത വിജയം നേടുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സാങ്കേതിക വിദ്യാഭ്യാസം പഠിച്ച് സ്വദേശത്തും വിദേശത്തും ജോലി നേടാൻ കഴിയുന്ന ഒരു ടെക്നിക്കൽ കോഴ്സ് പഠിപ്പിക്കുന്ന ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനം മല്ലപ്പള്ളിയിലുണ്ട്. ആ സ്ഥാപനത്തെയാണ് ലൈവ് ടിവിയുടെ കേരള ഗൈഡിൻ്റെ വിദ്യാഭ്യാസ തരംഗം എന്ന പ്രോഗ്രാമിലൂടെ നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഹരിതഭംഗിയാർന്ന പത്തനംതിട്ട ജില്ലയിലെ വളരെ മനോഹരിയായ മണിമലയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മല്ലപ്പള്ളി എന്ന പ്രദേശത്തെ കഴിഞ്ഞ 49 വർഷത്തിലേറെയായി പ്രശസ്തമായ സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പ്രൈവറ്റ് ITI സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇവിടുത്തെ കോഴ്സുകളെക്കുറിച്ചും പഠന രീതികളെക്കുറിച്ചും സുസജ്ജമായ പ്രാക്ടിക്കൽ ലാബുകളെക്കുറിച്ചുമൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം.
സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പ്രൈവറ്റ് ഐ ടിയുടെ അഡ്മിനിസ്ട്രേറ്റർ മാത്യു തോമസ് സാറിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ സ്വാഗതം. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഏറെ പ്രശസ്തമായ സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പ്രൈവറ്റ് ഐ ടിയുടെ തുടക്കത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പ്രൈവറ്റ് ഐ ടി ആദ്യമായിട്ട് തുടങ്ങുന്നത് 1975. നമ്മൾ അന്ന് ഗവൺമെൻറ് അഫിലിയേഷൻ ഇല്ലാതെ ജസ്റ്റ് നമ്മൾ ടെക്നിക്കൽ കോഴ്സ് പിള്ളേരെ പഠിപ്പിക്കുക എന്ന ആശയത്തോടെയാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് 1979 കാലഘട്ടം മുതൽ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അഫിലിയേഷൻ എടുക്കുകയും 81 കാലഘട്ടങ്ങളിൽ കേരള ഗവൺമെൻറ്റിൻ്റെ അഫിലിയേഷൻ എടുക്കുകയും ചെയ്തു. അങ്ങനെ 2 സ്ട്രീമാണ് നമ്മളിപ്പോൾ നിലവിൽ ഇവിടെ നടത്തുന്നത്. ഒന്ന് NCVTയുടെ കോഴ്സുകളും അടുത്തത് KGC, അതായത് കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗിൻ്റെ കോഴ്സുകളുമാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർ, ITA കോഴ്സുകൾ ഏതൊക്കെയാണ്? അതിന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളെ കുറിച്ചും ഒന്ന് പറയാമോ? നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 ട്രേഡാണ് നാഷണൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന 2 കോഴ്സുകളാണ് നമുക്കിവിടെ ഉള്ളത്. ഒന്ന് ഇലക്ട്രീഷ്യനും രണ്ടാമത്തേത് ഡ്രാഫ്റ്റ് ആൻഡ് സിവിലും. ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നേരിട്ടാണ് ഈ കുട്ടികളുടെ പരീക്ഷകളും മറ്റു കാര്യങ്ങളും എല്ലാം നടത്തുന്നത്. മിനിസ്ട്രി ഓഫ് എംപ്ലോയ്മെൻറ്റാണ്, ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റാണ് ഈ കോഴ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഈ കോഴ്സിന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നാഷണൽ വൊക്കേഷണൽ കൗൺസിൽ ഫോർ ട്രെയിനിങ്, അത് DGTയുടെ അണ്ടറിലാണ് ഇത് വരുന്നതും. അത് അശോക സ്തംഭം, ആ സർട്ടിഫിക്കറ്റിൻ്റെ പ്രത്യേകത അശോക സ്തംഭമാണ് അതിൻ്റെ മെയിൻ ഇതായിട്ട് വരുന്നതും. അത് നമുക്ക് കേരളത്തിലും ഇന്ത്യയിലും PSC UPC എക്സാമുകളെല്ലാം എഴുതാം. റെയിൽവേയിൽ പോകാൻ, റെയിൽവേയിൽ എക്സാംസ്, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നമുക്ക് എഴുതാനും പരീക്ഷകൾ എഴുതാനും ജോലി നേടാനും സാധിക്കുന്ന 2 കോഴ്സുകളാണ് സെൻട്രൽ ഗവൺമെൻറ് നമ്മൾ നടത്തുന്നത്. അടുത്തായിട്ട് നമ്മൾ നടത്തുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ, അതായത് നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ കോഴ്സുകളാണ് അടുത്തതായി നമ്മൾ നടത്തുന്നത്. അതിൻ്റെ അകത്ത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, R&AC റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എഞ്ചിനീയറിംഗ് കോഴ്സ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. ഇങ്ങനെ ഇത്രയും കോഴ്സുകളാണ് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. അത് നമ്മുടെ എഞ്ചിനീയറിംഗ്, പോളിയ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, THS എല്ലാം ഈ KGCയുടെ ബോർഡും എല്ലാം ഒന്ന് തന്നെയാണ്. ഈ ബോർഡാണ് എല്ലാം നടത്തുന്നത്. സാർ, ഈ ITയുടെയും അതേപോലെ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെയും കാലാവധി എത്ര വർഷം വീതമാണ്? 2 വർഷത്തെ കോഴ്സുകളാണ് നമ്മൾ നടത്തുന്നത്. 2 വർഷ ദൈർഘ്യമുള്ള കോഴ്സുകളാണ് നടത്തുന്നത്. ഫസ്റ്റ് ഇയറിൽ ഒരു എക്സാമും സെക്കൻഡ് ഇയറിൽ ഒരു എക്സാമും, അങ്ങനെ 2 എക്സാമോട് കൂടിയിട്ട് ഉള്ള 2 വർഷത്തെ കോഴ്സുകളാണ് നമ്മളിവിടെ നടത്തുന്നത്. ഇതുകൂടാതെ മറ്റ് എന്തൊക്കെ കോഴ്സുകളാണ് ഇവിടെ ഉള്ളത്? ഷോർട്ട് ടൈം കോഴ്സുകൾ പോലെയൊക്കെ നമ്മൾ നടത്തുന്നുണ്ടോ? നമ്മൾ ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് 1 വർഷം 6 മാസം 3 മാസ കോഴ്സുകൾ നമ്മൾ പ്രത്യേകമായിട്ട് നടത്തുന്നുണ്ട്. അത് വിദേശത്തൊക്കെ പോയി പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ, അത് തൊഴിൽ കൂടുതലായിട്ട് പഠിപ്പിക്കുക, അതായത് പ്രാക്ടിക്കൽ പരമായിട്ട് കൂടുതലായിട്ട് മറ്റ് കോഴ്സിനെ അപേക്ഷിച്ച്, മറ്റ് കോഴ്സ് തിയറി ഉണ്ട്, ഡ്രോയിങ്സ് ഉണ്ട്, പ്രാക്ടിക്കലുണ്ട്. ഈ ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് പ്രാക്ടിക്കൽ മേഖലയിൽ പ്രാധാന്യം കൊടുത്തിട്ട് സ്കിൽഡ് ആക്കിയിട്ട് ചെയ്യത്തക്ക വിധമുള്ള 6 മാസം 1 വർഷ കോഴ്സുകളാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നടത്തുന്നത്. അതിൻ്റെ അകത്ത് ഡ്രൈവിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, ഓട്ടോമൊബൈൽ ഉണ്ട്, അലുമിനിയം ഫാബ്രിക്കേഷൻ ഉണ്ട്, ചെയിൻ സർവേ ഉണ്ട്, ഫിറ്റർ ഉണ്ട്. അങ്ങനെ വിവിധങ്ങളായ കോഴ്സുകൾ നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട്. ഈ ക്ലാസ്സിൻ്റെയൊക്കെ ടൈം എങ്ങനെയാണ് സാർ? നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ച് കുട്ടികൾക്ക് രാവിലെ 8 മുതൽ 3 വരെ ഷിഫ്റ്റ് 1ഉം സെക്കൻഡ് ഷിഫ്റ്റ് 9:30 മുതൽ 5 മണി വരെയുമാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വരുന്നത്. മറ്റ് കേരള ഗവൺമെൻറ്റിൻ്റെ കോഴ്സ് ആണെങ്കിൽ നമ്മൾ 10 തൊട്ട് 4 വരെ എന്നുള്ള സ്ട്രീമിലാണ് നമ്മൾ കോഴ്സുകൾ നടത്തുന്നത്. സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പ്രൈവറ്റ് ITയുടെ പ്രത്യേകത കഴിഞ്ഞ 49 വർഷമായി ഈ സ്ഥാപനം ആരംഭിച്ചിട്ട് പഠനത്തോടൊപ്പം തന്നെ ജോലി ചെയ്യാനുള്ള സൗകര്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതേക്കുറിച്ച് എന്താണ് സാർ പറയാനുള്ളത്? ഇന്നത്തെ ഒരു കുട്ടികളുടെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടുക, അവർ മറ്റാരെ ആശ്രയിക്കാതെ
അവർ തന്നെ ജോലി ചെയ്ത് ഫീസ് അടയ്ക്കുക ഒരു ഉദ്ദേശം കൂടെ പിള്ളേർക്കുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ സൈഡിൽ അവർക്ക് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാനുള്ള അവസരങ്ങളും കാര്യങ്ങളും അവർക്ക് അതിൻ്റെ ഗൈഡ് ലൈൻസും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഈ സ്ഥാപനത്തിൻ്റെ മുഖമുദ്ര, പഠനം കഴിഞ്ഞാൽ ഉടൻ തന്നെ പഠനത്തോടൊപ്പം ജോലി ചെയ്യാം, അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്. കേരളത്തിലെ വിദഗ്ധരായ കമ്പനികൾ, പ്രശസ്തരായ കമ്പനികൾ ഇവിടെ വന്ന് കുട്ടികളെ സെലക്ട് ചെയ്യുന്നു. അത് ഈ സ്ഥാപനത്തിൻ്റെ വലിയൊരു നേട്ടമല്ലേ സാർ? തീർച്ചയായിട്ടും. നമുക്ക് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നമ്മുടെ സ്കിൽഡ് ടെക്നീഷ്യന്മാരെയാണ് ആവശ്യം. അപ്പം നമ്മുടെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ നിന്ന് മുത്തൂറ്റ് ഹോണ്ട പോലെയും AVG, പോപ്പുലർ, ടാറ്റ എന്നീ സ്ഥാപനങ്ങളിലൊക്കെ നമ്മുടെ ഓഫീസിൽ ഡയറക്റ്റായിട്ട് വന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോണിക്സ് കുട്ടികൾക്കാണെങ്കിൽ ചിപ്പ് ലെവൽ സർവീസിങ്ങിലേക്കും, ഇലക്ട്രിക്കലിലാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പ്രശസ്തമായ പല കമ്പനികളിൽ നിന്നും നമുക്ക് കോള് വരികയും നമ്മൾ പിള്ളേരുടെ ലിസ്റ്റ് കൊടുക്കുകയും അവരുടെ സ്ഥാപനത്തിൽ വന്ന് ഇൻ്റർവ്യൂ നടത്തുകയും പിള്ളേരെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നൊരു കാര്യം ഇപ്പം നമുക്ക് ജോബിന് പിള്ളേരെ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻറ്റ് നമ്മൾ ഇറങ്ങി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. നമുക്കൊരു അഡ്മിഷന് വേണ്ട പ്രൊസീജിയർ എന്താണ് സാർ? നമുക്ക് അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ കോഴ്സുകൾക്ക് കുട്ടി SSLC പാസ്സായിരിക്കണം എന്നാണ്. മിനിമം SSLC പാസ്സായിരിക്കണം 2 വർഷത്തെ കോഴ്സുകൾക്ക്. അത് ഇപ്പോൾ നമുക്ക് ഡിഗ്രി കഴിഞ്ഞ പിള്ളേരും പഠിക്കുന്നുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കാവുന്ന കോഴ്സുകളാണ്. നേരത്തെ നമ്മുടെ പെൺകുട്ടികളൊക്കെ ഓട്ടോമൊബൈൽ പോലെയോ ഇലക്ട്രിക്കൽ പോലെ ഉള്ള മേഖലയിലേക്ക് പോകുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഓട്ടോമൊബൈൽ മേഖലയിൽ, ഇലക്ട്രിക്കൽ മേഖലയിലേക്കൊക്കെ പെൺകുട്ടികൾ തന്നെ പഠിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഷോർട്ട് ടൈം കോഴ്സുകൾക്ക്, അതായത് ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകൾക്ക് നമുക്ക് SSLC പാസ് ആവണമെന്നില്ല. അത് 8ാം ക്ലാസ്സിന് മേളിലോട്ടുള്ള കുട്ടികൾക്ക് കോഴ്സുകൾ എടുക്കാം. അവർക്ക് ടെക്നിക്കലായിട്ട് പഠിച്ച് അവർക്ക് ഉപജീവനത്തിന് വേണ്ടി പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. ഈ സാങ്കേതിക വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ അവരുടെ കുട്ടികളുടെ കഴിവുകളെ കണ്ടെത്താനുള്ള കലാകായിക പരിപാടികൾക്ക് വലിയ മുൻതൂക്കം നൽകുന്ന ഒരു സ്ഥാപനം, അതേക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ സാർ? നമുക്ക് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആർട്സ്, സ്പോർട്സ് കാര്യങ്ങളിലൊക്കെ നമ്മൾ മത്സരങ്ങൾ നടത്തുകയും അവർക്ക് വിജയിക്കുന്ന പിള്ളേർക്ക് നമ്മൾ പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുക്കുകയും വിവിധ ക്യൂസ് പ്രോഗ്രാംസ്, ഡ്രോയിങ്സിൻ്റെ കോമ്പറ്റീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവർക്ക് ഇവിടെ തന്നെ അവർക്ക് ഇൻഡോറായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ, ക്യാരംസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻഡോറായിട്ട് അവർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ മികച്ച ഒരു ടീച്ചിങ് സ്റ്റാഫിൻ്റെ ഒരു കോർഡിനേഷൻ, അവരുടെ ഒരു സേവനം ഈ സ്ഥാപനത്തിൻ്റെ വലിയൊരു നേട്ടമാണ്. നമ്മുടെ ഫാക്കൽറ്റിയെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ സാർ? തികച്ചും ഏറ്റവും അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യം ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ കാര്യമാണ്. അവർ കഴിഞ്ഞ 10-15 വർഷത്തിൽ മേളിലായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയുള്ള സ്റ്റാഫാണ്. അവർ വിവിധ ആർമി സർവീസുകളിൽ നിന്നും വിവിധ കമ്പനികളിൽ നിന്നും അവരുടെ സേവനം കഴിഞ്ഞിട്ട്, പ്രാക്ടിക്കൽ വൈസും ഒക്കെയുള്ള സേവനം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പ്രാക്ടിക്കൽ സൈഡും തിയറി സൈഡും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഫാക്കൽറ്റീസാണ് എല്ലാം ഞങ്ങളുടെ കൂടെയുള്ളത്. അവരെല്ലാം ഞങ്ങളുടെ കൂടെ ആയിട്ട് മിനിമം ഒരു 7-8 വർഷത്തിന് മേളിൽ എക്സ്പീരിയൻസ് സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉള്ള ഫാക്കൽറ്റീസ് മാത്രമേ ഇപ്പം നിലവിൽ ഞങ്ങളുടെ കൂടെ ഉള്ളൂ. ഫ്രഷേഴ്സായിട്ട് ആരും തന്നെ ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു. അതുപോലെ കുട്ടികളുടെ ഓരോ കൗൺസിലിംഗ് ആണെങ്കിലും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അവരെ തിരക്കുകയും എടുക്കുകയും രക്ഷകർത്താക്കളുമായിട്ട് സംസാരിക്കുകയും അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫാക്കൽറ്റീസാണ് ഞങ്ങളുടെ ഒരു വലിയ വിജയം. ഈ കാലഘട്ടത്തിൽ പഠനത്തോടൊപ്പവും പഠനം കഴിഞ്ഞാലും ജോലി നേടുവാൻ സാങ്കേതിക വിദ്യാഭ്യാസം ഏറെ നമുക്ക് സഹായം ചെയ്യുന്നു. ഇന്ന് അനിവാര്യവുമാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സുകൾ. വളരെ വിശദമായ രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. സാങ്കേതിക വിദ്യാഭ്യാസ
താല്പര്യമുള്ള കുട്ടികൾ ഇന്ന് തന്നെ സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പ്രൈവറ്റ് ITയുമായി കോൺടാക്റ്റ് ചെയ്യുക. അപ്പം മനോഹരമായ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ടേക്ക് കെയർ. ബൈ ബൈ. സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.